റോജയ, ഇന്നലെ ചുമതലയേറ്റ UDF മന്ത്രിസഭ ആശമാരെ വഞ്ചിച്ചു എന്നാണ് CPM-ഉം CPI-യും പറയുന്നത്. ഇത് പറയുന്നത് 266 ദിവസം സമരം ചെയ്ത ഈ ആശമാരെ തിരിഞ്ഞു നോക്കാത്ത ഒരു പാർട്ടികളാണ്. എന്നിട്ടാണ് ഈ വിമർശനം. ഇതിൽ എന്തെങ്കിലും കാര്യമുള്ള ഒരു പഴമ്പുള്ള വിമർശനമാണോ? ഒരാൾമാർ ഇപ്പോഴും CPM-നും CPI-ക്കും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അവരുടെ പാർട്ടി പത്രത്തിൽ ഈ എഴുതി വെച്ചിരിക്കുന്നത് വഞ്ചന എന്നൊക്കെ. ഈ 266 ദിവസം മഴയും വെയിലും കൊണ്ട് ഈ പാവം സ്ത്രീകൾ അവിടെ കിടന്ന് സമരം നടത്തിയിട്ട് ഈ മാന്യന്മാരാരും ഈ പത്രമൊക്കെ അന്ന് തീവ്രവാദികളുടെ കയ്യിലാണ് സമരം എന്നാണ് അന്ന് പറഞ്ഞത്. ഇവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർ അവസാനം കെഞ്ചി പറഞ്ഞു 100 രൂപ തന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് പൊക്കോളാം എന്ന് പറഞ്ഞു. അതായത് 232 രൂപയാണ് അവരുടെ പ്രതിദിന വേതനം. അത് 242 ആക്കി തന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് പോകാമെന്ന് പറഞ്ഞു. അതുപോലും കൊടുക്കാത്തവരാ. അപ്പൊ പണ്ട് നമ്മൾ ഈ മഹാഭാരതത്തിൽ കേട്ടിട്ടില്ലേ, ഈ പാണ്ഡവന്മാർക്ക് സൂചി കുത്താൻ നിലം കൊടുക്കില്ല എന്ന് പറഞ്ഞ അതേ അവസ്ഥയിലാണ്. 5 പേർക്ക് 5 വീടിനുള്ള സ്ഥലം അതും ചോദിച്ചിട്ട് കൊടുക്കാത്തവര് സൂചി കുത്താൻ സ്ഥലം തരത്തില്ലെന്ന് പറഞ്ഞ അതേ അവസ്ഥയിലായിരുന്നു ഇവര് ആ പാവപ്പെട്ട അവരോട് ജീവനക്കാരോട് ചെയ്ത്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്ന ഏക തൊഴിൽ സമരവും ഇതായിരുന്നു. ഈ 266 ദിവസം സമരം നടത്തിയവരോട് തിരിഞ്ഞു നോക്കാത്ത, അവർക്ക് 10 പൈസ വേതനം കൊടുക്കാൻ തയ്യാറാവാത്തവരാണ് ഇപ്പൊ ഈ വഞ്ചനയെ കുറിച്ചുള്ള കഥകൾ പറയും. കൊടുത്തവൻ എന്തുവാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി നടത്തിയ അവലോകന യോഗങ്ങളിൽ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വരുന്നത് എന്തുവാണ്? ആശാ സമരത്തോട് സ്വീകരിച്ച സമീപനം തെറ്റായി പോയി എന്നാണ് പറയുന്നത്. അപ്പൊ 3000 രൂപ കൊടുത്ത് കുറവാന്ന് പറയാനുള്ള ധൈര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ പറ്റിയില്ല, അവർ കൊടുത്തതിന്റെ പേരിൽ അസൂയാണല്ലോ ഈ പറയുന്നത്. ഈ വഞ്ചനയുടെ കഥ പറയുന്നത്. ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്യാതിരുന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. ഒരു 10 രൂപ കൂട്ടിക്കൊടുത്തിട്ടാണ് ഈ ഡയലോഗ് അടിച്ചെങ്കിൽ അതിനകത്ത് ആത്മാർത്ഥം ഉണ്ടാകും. നിങ്ങൾ ഒരു കാര്യം കൂടെ കേൾക്കണം. ഈ ബിനോയ് വിശ്വം എന്ന് പറഞ്ഞാൽ ഇത്രയും കാപട്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു കാര്യത്തിനോട് വൃത്തിയായിട്ട് റെസ്പോണ്ട് ചെയ്യാനോ ഒരു നേരാമണ്ണം ഒരു കാര്യം നടത്തിയെടുക്കാനോ കഴിവില്ലാത്ത ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ് ആശാ സമരത്തെ കുറിച്ച്? അദ്ദേഹം പറഞ്ഞ സംഭവം ഇതാണ്, മാതൃഭൂമിയോട് പറഞ്ഞതാണ്. ആശാ സമരത്തിൽ തൊഴിലാളികളെ അധിക്ഷേപിച്ചത് വലിയ തെറ്റായിപ്പോയെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൊഴിലാളി സമരങ്ങളെ അധിക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമല്ല, തെരഞ്ഞെടുപ്പ് തോൽവി ജനങ്ങളുടെ മുന്നറിയിപ്പാണ്. അതിനാൽ പിഴവുകൾ തിരുത്തി മുന്നോട്ട് വന്നേ മതിയാവും. പാവപ്പെട്ട തൊഴിലാളികൾ സമരം നടന്നപ്പോൾ തിരിഞ്ഞു നോക്കാതിരിക്കുകയും അവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് പറയുന്നത് പിഴവുകൾ. അധികാരത്തിൽ തോന്നിയില്ല. അധികാരത്തിൽ ഇരുന്നപ്പോ ഈ വഞ്ചനയുടെ കാര്യം ഇവർക്കും തോന്നിയിട്ടില്ല. അപ്പൊ ഇതാണ് CPM എല്ലാ കാലത്തും കാരണം വെളിവ് വരാൻ 15 കൊല്ലം 20 കൊല്ലം എടുക്കും. 10 കൊല്ലം എടുത്തു ബോധം വരാൻ. ഇപ്പൊ ജനങ്ങൾ അടിച്ച് വെളി കളഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നു ഒരു ബോധ്യം വരുന്നത്. ആ സ്ത്രീകൾ കേരളത്തിൽ എൻ്റെ ഈ ജേർണലിസം കരിയറിനിടെ ഞാൻ ഇന്നുവരെ കണ്ടത് കേരളത്തിൽ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾ അവരുടെ മുടി മുറിക്കുന്നു എന്ന് പറയുന്നത്. നോക്കിയേ, അത്ര യാതന അനുഭവിച്ച് അത്രമേൽ അവർ കഷ്ടപ്പെടുകയും കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് പല സ്ത്രീകളും അവിടെ മുടി മുറിക്കുകയും തലമുട്ടയടിക്കുകയൊക്കെ ചെയ്യും. അത് കാണാൻ അവിടെ കണ്ണാടിക്കൂട്ടിലിരുന്ന യോഗ്യന്മാർക്ക് കഴിയാതെ ഇപ്പൊ വഞ്ചനയുടെ കഥ പറയുന്നതിന് എന്താ കാര്യം? ഈ സർക്കാർ കയറി വന്നപ്പോൾ അന്ന് തന്നെ അവർക്ക് 3000 രൂപ അനുവദിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അനുവദിച്ചു. കാരണം ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ അത് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചു എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ കരുതുന്ന ഒരു സർക്കാർ ആയതുകൊണ്ടാണ്. ഇവർക്ക് മാത്രമല്ല, പാചക തൊഴിലാളികൾക്കും അംഗൻവാടി ടീച്ചേഴ്സിനും ഒക്കെ കൊടുക്കും. ചെറിയ തുകയാണ്. 1000 രൂപ എന്ന് പറയുന്നത് വലിയ 10 കിലോ അരി മേടിക്കാനുള്ള പൈസയേ ഉള്ളൂ. പക്ഷെ അത് കൊടുത്തല്ലോ എന്നുള്ളതാണ് നമ്മളതിനകത്ത് കാണുന്നത്. ഈ 100 രൂപയ്ക്ക് വേണ്ടിയായിരുന്നു അവിടെ സമരം നടത്തിയത്. അവരവസാനം അവർക്കൊരു മാന്യമായ രീതിയിൽ ഒന്ന് എഴുന്നേറ്റ് പോകണ്ടേ? അതിനുവേണ്ടിയാണ് അവർ യാചിച്ചത് 100 രൂപയെങ്കിലും തരണമെന്ന്. ഇപ്പൊ വലിയ വർത്താനം പറയുന്ന ഈ ജനയുഗത്തിന്റെ പത്രാധിപരാണ് ഈ ബിനോയ് വിശ്വത്തെ കാണാൻ പോയ കഥ ആ പാവപ്പെട്ട ആശാസമരത്തിന്റെ നേതാക്കൾ പറയുന്നുണ്ട്. അവർ അന്ന് പറഞ്ഞ എന്താണ്? തിരുവനന്തപുരത്ത് ആശാസമര കാലത്ത് നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സഹായിച്ചില്ലെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് വൈസ് പ്രസിഡന്റ് S. ബിനി ഇപ്പോഴാണ് പറയുന്നത് ആശാസമരം പരിഹരിക്കേണ്ടായിരുന്നു. അന്ന് കാണാൻ ചെന്നപ്പം അവരോടൊന്നും മുഖം കൊടുക്കാനോ മുഖ്യമന്ത്രിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് പോലും തയ്യാറാവാത്ത, സമരം ഒത്തുതീർപ്പാക്കാനോ താൽക്കാലികമായി പരിഹരിക്കാനോ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിനോയ് വിശ്വത്തെ കണ്ടപ്പോൾ താൻ നിസ്സഹായാവസ്ഥയിലാണെന്നും മുഖ്യമന്ത്രിയെ കാണാനുള്ള സഹായം ആവശ്യപ്പെട്ട് ചെയ്തു തന്നില്ലെന്നും. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ തനിനിറം എന്ന് പറയുന്നത്. എല്ലാം അവരോടൊരു സഹായം തേടി ചെല്ലുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയും 15 വർഷം കഴിയുമ്പോൾ അത് തെറ്റായി പോയി എന്നുള്ളൊരു കുമ്പസാരം നടത്തി നാട്ടുകാരുടെ മുമ്പിൽ കണ്ണിപ്പൊടിയിടുക എന്ന് പറയുന്നതാണ് ഇക്കാലം അത്രയും. ലോക കമ്മ്യൂണിസത്തിന്റെ ഒരു പൊതു സ്വഭാവം ഇതൊക്കെ തന്നെയാണ്. സമയാസമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടതിനോട് പ്രതികരിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ വന്നിരുന്ന് ന്യായം പറയും. ആരെങ്കിലും അത് ചെയ്താൽ അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇതിനകത്ത് എന്ത് വഞ്ചന?
അവർ പറഞ്ഞ അവർ ആവശ്യപ്പെട്ട എന്താണ്, അവർക്ക് 21,000 ആക്കി കൊടുക്കാനുള്ള നടപടി. നിങ്ങൾ ഈ കാലിയാക്കിയിട്ട് പോയ പൂച്ച വെറ്റ് കിടക്കുന്ന ഒരു ഖജനാവ് ഇട്ടിട്ട് പോയിട്ട് അങ്ങനെങ്കിലും ചെയ്യാൻ തയ്യാറായല്ലോ. 3,000 രൂപ കൊടുക്കാൻ അവർ തയ്യാറായി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആശാ വർക്കേഴ്സ് അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കത് വഞ്ചനയായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ ആശാ വർക്കർമാർക്ക് അത് വലിയ സഹായമായിട്ടാണ് പറഞ്ഞത്. അവരുടെ ഒരു ആവശ്യത്തോട് പ്രതികരിച്ചല്ലോ എന്നുള്ളതാണ്. അവരിവരോട് 50,000 രൂപ വേണമെന്നല്ല പറഞ്ഞത്, അവരുടെ മിനിമം വേതനം ഒന്ന് കൂട്ടിക്കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത്. അത് ചെയ്താതിരുന്നവരാണ് ഇപ്പോൾ വഞ്ചനയുടെ കഥയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. 10 കൊല്ലം ഇതൊന്നും ചെയ്യാൻ തോന്നാതിരുന്നവരാണ് ഇപ്പൊ കണക്കും പറഞ്ഞുകൊണ്ട് വരുന്നത്. അല്ല, ഇപ്പം ഭരണം മാറിയപ്പോഴെങ്കിലും ആശാമാര് പാവപ്പെട്ട സ്ത്രീകളാണെന്നൊക്കെ ദേശാഭിമാനിയും ജനയുഗവും മനസ്സിലാക്കി. മറ്റേ അവര് തീവ്രവാദികളായിരുന്നു. SUCI സമരം ഹൈജാക്ക് ചെയ്തു. സർക്കാരിനെ അട്ടിമറിക്കാനാണ് ഈ പാവപ്പെട്ട സ്ത്രീകൾ എവിടെ പോയി സർക്കാരിനെ അട്ടിമറിക്കുക. സർക്കാരിനെ അട്ടിമറിച്ചത് ഇപ്പോഴാണ്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് സർക്കാരിനെ അട്ടിമറിച്ചു എന്നുള്ള ബോധ്യം വന്നത്. ഇതാണ് നേരം വെളുക്കാൻ ഒരുപാട് സമയമെടുക്കും. 24 മണിക്കൂർ പോരാ CPM-നും CPI-ക്കും നേരം വെളുക്കാൻ. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പാർട്ടി ഇപ്പൊ ഈ പരുവത്തിലായത്. അപ്പൊ അതാണ് ജനങ്ങളുടെ കാര്യങ്ങളോട്, ജനങ്ങളുടെ അവകാശങ്ങളോട്, ജനങ്ങളുടെ ന്യായമായ കാര്യങ്ങളോട് അത് ബോധ്യപ്പെടുത്താൻ തന്നെ നമ്മൾ കണ്ടതാണ്. CI2-ന്റെ നേതാവാണല്ലോ കരീം എന്താണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്? മറ്റേ സാമ്രാജ്യത്വ ശക്തികളുടെയും തീവ്രവാദികളുടെയും സഹായം നേടിയാണ് ഇവരോട് സമരം നടത്തി. ഈ പാവപ്പെട്ട സ്ത്രീകൾ ഏത് സാമ്രാജ്യത്തിന്റെ പുറകെ പോകാൻ, ഏത് തീവ്രവാദികളുടെ സഹായം നേടി? അവര് വെയിലും മഴയും കൊണ്ട് അവരുടെ പന്തൽ വരെ പൊളിച്ചു കളഞ്ഞതാണ്. കുടിൽ കെട്ടി സമരം നടന്നുകൊണ്ട് കുടിൽ വരെ ഈ സർക്കാർ പൊളിച്ചു കളഞ്ഞു. എന്നിട്ടാണ് ഈ വഞ്ചനയുടെ കഥയും പറഞ്ഞുകൊണ്ടത്. കഞ്ഞി വെച്ച് കുടിച്ച് അവരെ സഹായിക്കാൻ ഈ പൊതുജനങ്ങളും പാവപ്പെട്ടവരും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടാണ് പറയുന്നത് അവർ തീവ്രവാദികളാണ്. ഇപ്പൊ എങ്ങനെയാണ് ഈ ആശാ വർക്കർമാർ നല്ലവരായി മാറിയത്? അവരെ വഞ്ചിച്ചു എന്ന് പറയുന്ന കഥ എങ്ങനെയാ പറയുന്നത്? ആശാ വർക്കർമാർക്ക് നിങ്ങൾക്ക് അന്ന് തീവ്രവാദികളും മറ്റേ സാമ്രാജ്യത്വ ശക്തികളുമായി തോന്നിയവരാണ് ഇപ്പൊ പറയുന്നത്. ഈ CI2-ന്റെ സംസ്ഥാന പ്രസിഡന്റ് എവിടെ പോയെന്നോ മിണ്ടുന്നില്ലല്ലോ. 3,000 രൂപ കൊടുത്തത് കുറവാണെന്നെങ്കിലും പറയണ്ടേ, മിണ്ടുന്നില്ലല്ലോ. ഇപ്പോഴെങ്ങനെയാണ് ഈ വഞ്ചനയുടെ കഥയും കൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏറ്റവും വലിയ രസം ഈ ജനയുഗമാണ്. കാരണം ഈ ഇതുപോലെ കാവട്യം നിറഞ്ഞൊരു പത്രവും ഇത് രാഷ്ട്രീയ പാർട്ടി നേരെയില്ല. ആശാമാർക്ക് നൽകിയ വാഗ്ദാനത്തിൽ പിന്നോക്കം പോയി എന്ന് പറഞ്ഞു. എവിടെ പിന്നോക്കം പോയതാ? ഇപ്പം ബിനോയ് വിശ്വമാണ് പറഞ്ഞത് ആശാ തൊഴിൽ സമരത്തെ വേണ്ട രീതിയിൽ കാണാതെ പറ്റിപ്പോയതിന്റെ തെറ്റാണെന്ന്. എന്നിട്ട് പിന്നെ ഈ കഥയും പറഞ്ഞുകൊണ്ട് വരിക. അപ്പൊ ഇതിനി CPI-ക്കും CPI-ക്കാർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ എന്താണ് സംഭവിച്ചു എന്നുള്ളത്. അവരിനി ഇതുപോലുള്ള കള്ളക്കഥ എഴുതിയാൽ വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? ന്യായീകരണ തൊഴിലാളികൾ കാണുമായിരിക്കാം. പക്ഷേ നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് കാണണം, സത്യത്തെ സത്യമായിട്ട് കാണണം. അത് കാണാത്തത് കൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ ശിക്ഷിച്ചത്. ഇനിയെങ്കിലും അത് തിരിച്ചറിയാനുള്ള ബോധ്യം വേണം. ഇതുപോലുള്ള പാവപ്പെട്ട സമരം നടത്തുമ്പം അത് സാമ്രാജ്യ ശക്തികളെ, പണക്കാരൻ വരുമ്പോൾ അവനെ 2 കൈ നീട്ടി സ്വീകരിക്കുകയും അവനെ പാലിനകത്ത് കശുവണ്ടി ഇട്ട് കൊടുക്കണമെന്ന് പറയുന്ന പൗരപ്രമുഖരോടൊപ്പമാണ് നമ്മൾ കണ്ട മുഖ്യമന്ത്രിയൊക്കെ ഇരുന്നത്. ഈ പാവപ്പെട്ട സ്ത്രീകൾ അവിടെ സെക്രട്ടേറിയറ്റിന്റെ അവിടെ 50 അടി അപ്പുറത്താണ് മുഖ്യമന്ത്രി ഇരുന്നത്. ഒന്ന് കാണാൻ, അവരോടൊന്ന് ചർച്ച ചെയ്യാൻ, ജസ്റ്റ് അവരൊന്ന് കേൾക്കാൻ അതുപോലും മനസ്സ് കാണിച്ചില്ല. പിന്നെന്തിനാണ് ഇപ്പൊ നിങ്ങൾ ഈ വഞ്ചനയുടെ കഥ പറയുന്നത്?